നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോയയുടെ മൈക്കിലൂടെയുള്ളതാണ്. എക്സ്ട്രാ മൈക്കോ കാര്യങ്ങളോ ഒന്നും കണക്ട് ചെയ്യേണ്ട ഫോണിന്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള മൈക്കിലൂടെയുള്ള ഓഡിയോ ക്വാളിറ്റിയാണ്. ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൈക്കിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ്. നമ്മുടെ യൂട്യൂബിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചാനലിന് വേണ്ടി വാങ്ങിച്ചേക്കുന്നതാണ്. ബോയ MM1 എന്ന് പറയുന്നൊരു മോഡലാണ്. ഏകദേശം 1500 രൂപ പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഫ്ലിപ്പിൽ നിന്നായിരുന്നു എടുത്ത്, ചെറിയൊരു ഓഫർ പ്രൈസിൽ കിട്ടിയതാണ്. ഒരു 2000 രൂപയ്ക്കുള്ളിൽ വാങ്ങാൻ പറ്റിയ ഒരു അടിപൊളി ഷോട്ട്ഗൺ മൈക്ക് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അത്രയും റിവ്യൂയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അടിയിൽ. അപ്പോൾ എന്തായാലും വിചാരിച്ചു നമുക്കൊന്ന് വാങ്ങി നോക്കാം, അങ്ങനെ വാങ്ങിച്ചേക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഷെയർ ചെയ്യാം, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ബോയയുടെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്, അതുപോലെ ഒരു യൂസർ മാനുവലും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ചെറിയൊരു വാറണ്ടി കാർഡും കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിൻ്റെ കൂടെ വരുന്നത്. ബോക്സിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോണിലും ടാബിലും ലാപ്പിലും ക്യാമറയിലും അതുപോലെ ചെറിയ ചെറിയ ക്യാമറാസിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇത് കോമ്പാക്റ്റബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ പുറകുവശത്തോട്ട് വരുന്ന സമയത്ത് ഇതിന് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിന് ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല, നമ്മളെന്തായാലും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ബോക്സും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ മൈക്ക് വരുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ മൈക്കിൽ ഓൾറെഡി ഒരു ഡെഡ് കാറ്റ് കണക്ട് ചെയ്തിട്ടാണുള്ളത്. ജസ്റ്റ് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മൈക്ക് വരുന്നത്. ഇതിൻ്റെ കൂടെ വലിയൊരു ഡെഡ് കാറ്റ് വരുന്നുണ്ട്, ഒരു പ്രീമിയം ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക് വരുന്നത്. തൽക്കാലം മൈക്ക് കൂടെ മാറ്റി വെക്കാം. പിന്നെ ഇതിന് കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിത് ക്യാമറയിലൊക്കെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചെറിയ ഇളക്കങ്ങളും കാര്യങ്ങളും മൈക്കിനെ എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൗണ്ടാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അവിടെ സെറ്റ് ആയിക്കോളും. പിന്നെ ഇത് നമ്മുടെ ക്യാമറയുടെ മുകളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിവിടെ നിന്നോട്ടെ. പിന്നെ അതിൻ്റെ കൂടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്മാർട്ട് ഫോണിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കേബിളാണ്. TRS to TRRS കേബിൾ എന്ന് പറയും. ഇവിടെ നമുക്ക് മൈക്കിന് കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്യാം. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഇത് TRRS എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേബിൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ക്യാമറയായിട്ട് കണക്ട് ചെയ്യുന്ന കേബിൾ വരുന്നുണ്ട്. TRS to TRS 3 ഓപ്ഷൻസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എല്ലാ ഇലക്ട്രോണിക്സിൻ്റെ കൂടെ കിട്ടുന്ന പോലത്തെ ഒരു ഈർപ്പൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം വരുന്നുണ്ട്, അത് ഒഴിവാക്കാം. പിന്നെ ബോയയുടെ ചെറിയൊരു പൗച്ച്, നമുക്ക് ആ ലെവലിയർ മൈക്ക് എടുത്ത സമയത്തും ഒരു പൗച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നി ഈ പൗച്ചിൽ ഏകദേശം എല്ലാം കൂടെ ഒതുങ്ങേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഇതിന് മൊത്തം സാധനങ്ങൾ നമുക്ക് ഈ ചെറിയൊരു ലെതർ കേസിലാക്കിയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് നമുക്ക് മൈക്കിൻ്റെ കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ. ഫീച്ചേഴ്സിലോട്ട് വരുന്ന സമയത്ത് ഇത് നമുക്ക് ബാറ്ററിയോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് ഫോണായിട്ടും ക്യാമറയായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. ഇതിന് മുമ്പ് നമ്മൾ വാങ്ങിച്ചിരുന്ന ബോയയുടെ ലെവലിയർ മൈക്ക് ഉണ്ടായിരുന്നു. അതിന് ബാറ്ററിയുടെ ആവശ്യം കാര്യങ്ങളുണ്ടായിരുന്നു. ഇത് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒന്നുമല്ല, അത്യാവശ്യം ക്വാളിറ്റിയുള്ള എന്തോ ഒരു മെറ്റീരിയലാണ്. മെറ്റൽ പോലത്തെ എന്തോ ഒരു സംഭവം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ ഇത് വലിയ വെയിറ്റ് ഒന്നുമില്ല. മെറ്റലാണെന്ന് പറയുമ്പോഴും അധികം വെയിറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല, ലൈറ്റ് വെയിറ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു ഡെഡ് കാറ്റ് എനിക്ക് തോന്നുന്നു ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. കാരണം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇതിൻ്റെ ഇട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി കിട്ടും തോന്നുന്നു. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അതിൻ്റെ ഉള്ളിലോട്ട് കയറിക്കോളും. നമുക്ക് പബ്ലിക്കായിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മൈക്കിൻ്റെ കൂടെ കിട്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് ക്യാമറയിൽ ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഈ വോയിസ് എന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ മൈക്കോ കാര്യങ്ങളോ ഒന്നും കണക്ട് ചെയ്യേണ്ട ഫോണിൻ്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള മൈക്കിലൂടെയുള്ള ഓഡിയോ ക്വാളിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വിൻഷീൽഡും കാര്യങ്ങളൊന്നും വെക്കാണ്ട് ഈ ഒരു ബോയയുടെ മൈക്ക് മാത്രം കണക്ട് ചെയ്തിട്ട് ഇതിൽ നിന്നുള്ള വോയിസ് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഡിഫറൻസ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നോയ്സ് ഒന്നുമില്ല, അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന സമയമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫാൻ ഇട്ടിട്ട് നമ്മുടെ ഫോണിൻ്റെ മൈക്കിലുള്ള ക്വാളിറ്റി ഒന്ന് കാണിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫോണിൽ ഇൻബിൽട്ട് മൈക്കാണ്. ഞാൻ റൂമിൽ ഫാനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നോയ്സ് കയറി വരുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. സോ ഗയ്സ്, ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ മൗണ്ട് വെക്കാനുള്ള സെറ്റപ്പ് ഒന്നും നമ്മുടെ ട്രൈപോഡിൽ ഇപ്പോൾ ഉള്ള, അതുകൊണ്ടാണ് ജസ്റ്റ് കയ്യിൽ പിടിച്ചേക്കുന്നത്. വേണമെങ്കിൽ താഴെ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ സെറ്റ് ആയിട്ടുണ്ട്, അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോയയുടെ മൈക്കിലൂടെയുള്ളതാണ്. അതായത് ഈ വിൻഷീൽഡും കാര്യങ്ങളൊന്നും വെക്കാണ്ടുള്ള ഓഡിയോ ക്വാളിറ്റിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നോയ്സും കാര്യങ്ങളൊന്നും കയറി വരുന്നില്ല. അപ്പോൾ നമുക്കിനി ഫാനൊന്നും ഇട്ടിട്ട് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നോക്കാം. സോ അപ്പോൾ നമ്മുടെ റൂമിൽ ഫാൻ ഇട്ടിട്ടുണ്ട്. ബോയയുടെ ഇൻബിൽട്ട് മൈക്കിലൂടെയുള്ള വോയിസാണ് കേൾക്കുന്നത്. വിൻഷീൽഡും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. എത്രത്തോളം ഞാൻ പറയുന്നത് ക്യാച്ച് ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നുണ്ടെങ്കിൽ നോക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫാൻ ഇട്ട് തന്നെ ഓഫാക്കാണ്ട് തന്നെ ഈ വിൻഷീൽഡ് ഒന്ന് കണക്ട് ചെയ്തോ, എന്നിട്ട് എങ്ങനെയുണ്ട് മാറ്റം. സോ അപ്പം നമ്മൾ വിൻഷീൽഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം
നല്ല സൗണ്ട് നോയ്സ് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. റൂമിൽ അത്യാവശ്യം സൗണ്ട് എനിക്ക് തന്നെ കേൾക്കുന്നുണ്ട്, ഫാനിൻ്റെ സൗണ്ട് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ എത്രത്തോളം ഞാൻ പറയുന്നത് ക്യാച്ച് ആവുന്നുണ്ട്, നേരത്തെ ഇപ്പോഴും നമ്മൾ എന്ത് മാറ്റം ഉണ്ടെന്നുള്ള ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് അത്രയാണ് നമ്മുടെ മൈക്കിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ പുറത്ത് പോയിട്ട് ഒരു വീഡിയോ എടുത്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം നമ്മുടെ ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നോയ്സ് നമ്മുടെ വീഡിയോയിൽ കയറി പിടിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫാൻ ഇട്ടിട്ട് വീഡിയോ എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കട്ടെ, വിൻഷീൽഡ് ഇട്ടതിൻ്റെ ശേഷം ഓഫ് ആക്കി നോക്കാം. സോ സാർ നമ്മുടെ ഫാനും കാര്യങ്ങളും ഓഫ് ചെയ്തിട്ടുണ്ട്, മൈക്കിനാണെങ്കിൽ വിൻഷീൽഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുള്ള ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കുക. അതുപോലെ ഇതിപ്പോൾ ഞാൻ നേരെ എൻ്റെ ഡയറക്റ്റായിട്ട് എൻ്റെ ഇതിൽ ഫേസിലോട്ടാണ് പിടിക്കുന്നത്. ജസ്റ്റ് ഒരു എനിക്ക് കുറച്ച് അകലേ ഉള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് എൻ്റെ ഒരു കൈ അകലത്തിലാണ് ഇപ്പോൾ മൈക്ക് ഇരിക്കുന്നത്. അത്രയും ഇതിലാണ് ഞാൻ സംസാരിക്കുന്നത്. വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്തിട്ടൊന്നല്ല സംസാരിക്കുന്നത്, സാധാരണ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇനി ഈ മൈക്കൊന്ന് ചെരിച്ച് പിടിച്ച് നോക്കാം, ഇങ്ങനെ പിടിച്ച് നോക്കാം. അപ്പോൾ എത്രത്തോളം ഇപ്പം ഞാൻ പറയുന്നത് എത്രത്തോളം ക്യാച്ച് ആവുന്നുണ്ടല്ലോ നിങ്ങൾ തന്നെ നോക്കുക. നേരെ പിടിക്കുമ്പോൾ മാറ്റം ഉണ്ടോ, അതുപോലെ സൈഡിലേക്ക് പിടിക്കുമ്പോൾ ചെറിയൊരു മാറ്റം വരും. എന്തായാലും നമ്മൾ ഡയറക്റ്റായിട്ട് പിടിക്കുന്ന വോയിസ് ആയിരിക്കും അധികം ഇതിൽ ക്യാച്ച് ചെയ്യുക. സൈഡിൽ നിന്നുള്ളതൊക്കെ കട്ട് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. സോ ഈ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മൈക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക എനിക്ക് തോന്നുന്നു വ്ളോഗേഴ്സിനൊക്കെ ആയിരിക്കും. അവർക്ക് പബ്ലിക്കായിട്ടും ഇങ്ങനെ വ്ളോഗ് ചെയ്തൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് ക്യാമറയിൽ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുള്ള നോയ്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ പറയുന്ന മാത്രം ക്യാച്ച് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2000 രൂപയ്ക്കുള്ളിൽ വാങ്ങാൻ പറ്റിയൊരു അടിപൊളി മൈക്ക് തന്നെയാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളും താഴെ കൊടുത്തേക്കാം. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്താൽ എനിക്കിപ്പോൾ കാണാനും കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്തൊക്കെയാണെന്നുള്ള കമൻറ്റ് ചെയ്യുക. എന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ് വരെ. ബൈ.